ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി കൃതി പഠനം ക്ലാസിൻ്റെ ഒൻപതാമത്തേതും അവസാനത്തേതുമായ മന്ത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. ഇല്ലാരുമിങ്ങടിയനൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ. എരുതിലേറി വരുന്ന ശംഭോ. കാളയെ അഥവാ നന്ദിയെ വാഹനമാക്കിക്കൊണ്ട് അതിൽ കയറി എഴുന്നള്ളുന്ന ശംഭോ. ഭഗവാൻ എല്ലാം അറിഞ്ഞു. ഇപ്പറഞ്ഞതൊന്നും ഭഗവാൻ അറിഞ്ഞുകൂടാത്തതല്ല. ഭഗവാൻ അറിയാത്തതായി ഒന്നുമില്ലല്ലോ. ഇവൻ ഇന്നെടുത്തു ചൊല്ലേണമോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ദുരിതമൊക്കെ അകറ്റണേ നീ. ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ എന്ന് മാത്രമേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ. അടിയന് ഇങ്ങ് ആരുമില്ല. ഈ ദുഃഖ നിവൃത്തി വരുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനായി ഈ ലോകത്ത് അടിയൻ ആരെയും കാണുന്നില്ല. അങ്ങ് ഒഴിയുന്നുവെങ്കിൽ, അങ്ങും കൂടി കൈയൊഴിയുകയാണെങ്കിൽ എല്ലാം കളഞ്ഞു ഞാൻ സകലതും നഷ്ടപ്പെട്ടവനായി തീരും. എരുതിലേറി വരുന്ന ശംഭോ. കാളയെ വാഹനമാക്കിക്കൊണ്ട് അതിൽ കയറി എഴുന്നള്ളുന്ന തമ്പുരാനെ, അങ്ങേക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തരണമേ എന്ന് മാത്രമേ എനിക്ക് അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ളൂ. ഈ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിയായി ഈ ലോകത്ത് എനിക്ക് ആരുമില്ല. അങ്ങുകൂടി കൈയൊഴിയുകയാണെങ്കിൽ എനിക്ക് മറ്റാരെയും ആശ്രയിക്കാനില്ലാതെ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറും. അങ്ങേക്ക് എന്നിൽ കാരുണ്യം ഉണ്ടാകണമേ. നിന്റെ സ്വരൂപം അറിവാണെന്ന് എല്ലാ പേർക്കും അറിവുള്ളതാണ്. ഏകത്വാനുഭവമാണ് സകല ദുഃഖങ്ങൾക്കും ഉള്ള പരിഹാരമാർഗം. പ്രത്യക്ഷത്തിൽ ദുഃഖകരമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലും പൊരുളായിരിക്കുന്ന സത്യം നീയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ഓരോ സന്ദർഭത്തിലും ദുഃഖത്തെ കാണാതെ ശിവനായ നിന്നെ കാണുമായിരുന്നു. അങ്ങനെ നീയും ഞാനുമായി ഉണ്ടാകുന്ന ഏകത്വ അനുഭവമാണ് സകല ദുഃഖങ്ങൾക്കും ഉള്ള ഒരൊറ്റ പരിഹാരമാർഗം. അത്തരത്തിൽ എൻ്റെ എല്ലാ ദുഃഖങ്ങളും പരിഹരിക്കപ്പെടണമേ എന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അറിവ് തന്നെയായ നിന്നോട് ഇനി എന്തെങ്കിലും വിശദമായി പറഞ്ഞറിയിക്കാനുണ്ടോ? ഇപ്പറഞ്ഞ ഏകത്വ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിന്റെ പ്രസാദം കൂടിയേ തീരൂ. നിന്നെ പരമഗുരുവായി കണക്കാക്കിയാലും പരമ ഈശ്വരനായി കണക്കാക്കിയാലും നിന്റെ പ്രസാദത്തോടു കൂടി ഞാൻ സാക്ഷാത്കരിക്കണം. നീ തന്നെയാണ് ഞാനായിരിക്കുന്നതെന്ന്. ആ സാക്ഷാത്കാരം ഉണ്ടാകിത്തിടത്തോളം കാലം നീ എനിക്ക് അന്യനാണ്. അത് നീ എന്നെ കൈവിട്ടതിന് തുല്യമാണ്. ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സത്യമായി നിന്നെ കാണാതിരുന്നാൽ മറ്റെന്തെല്ലാം നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ സകലതും നഷ്ടപ്പെട്ടവനായി തീരും എന്നൊക്കെ പറഞ്ഞാണ് പിണ്ടം ശംഭുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നത്. പിണ്ടനന്ദി ഇവിടെ സമാപിക്കുകയാണ്. ഗുരുദേവന്റെ എല്ലാ കൃതികളും ഒന്നിനൊന്ന് മഹത്തരമാണ്. ഏത് കൃതി ആലപിച്ചാലും ലയനത്തോടുകൂടി, ഭക്തി നിർഭരമായി, അക്ഷരസ്ഫുടതയോടുകൂടി, അർത്ഥപൂർണതയോടുകൂടി, കഴിയുന്നതും തെറ്റ് വരുത്താതെ ആലപിച്ചാൽ തീർച്ചയായും ഗുരുദേവ കടാക്ഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഭക്തി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്?
ആദ്യം അവരവരുടെ ഇഷ്ടദേവനെ മനസ്സിൽ കൊണ്ടുവരണം. ശേഷം നമ്മിലുള്ള എല്ലാ ദുർചിന്തകളെയും ദുരാഗ്രഹങ്ങളെയും കരിച്ചു തന്ന് വറുത്തു കളയണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കണം. ഭഗവാനെ, ഞാൻ ഉൾപ്പെടുന്ന ആകവേ, അതായത് ഞങ്ങളെല്ലാം നിന്റെ മഹസ്സാകുന്ന ആഴിയിൽ നിത്യവും വസിക്കുവാനും അവസാനം നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. ഇനി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭൂ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവത ഇങ്കൽ നിന്നിൻ പിണ്ടത്തിനന്ന് അമൃതു നൽകി വളർത്ത ശംഭൂ. കല്ലിനകത്തു കുടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്തത്വമില്ലതിനു നീ അരുളിയിടു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലെൻ്റെ കയ്യിലണയാതെ വളർത്തി നീയെ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. അന്നുള്ള വേദന മറന്നതു നന്ന് ഉണർന്നാൽ എന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനൊന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു. എന്താവതിങ്ങടിയനൊന്നരുളിയിടു ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. ഇല്ലാരുമിങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭൂ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.